ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ടു അവർ ചാനൽ സ്പൈസി ആൻഡ് പേസ്ട്രി. ഇന്ന് നമുക്ക് ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയ ഒരു കറിയാണ് ടൊമാറ്റോ മോര് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഒരു മിക്സി ജാറിലേക്ക് നമുക്കൊരു കുഞ്ഞു സവാളയോ അല്ലെങ്കിൽ 4-5 കുഞ്ഞുള്ളി എടുത്താലും മതി. എന്നിട്ട് 2-3 പച്ചമുളക്, ഇത് എരിവുള്ള പച്ചമുളകാണ് ഇട്ടേക്കുന്നത്, അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഇനി അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ജീരകമാണ്. ഇനി ഇതിലേക്ക് ഒരു 8 അല്ലി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതുപോലെ അപ്പോൾ നന്നായിട്ട് അരച്ചതിന് ശേഷം ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തേക്കുന്നത്. ഇനിയും അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊക്കെ ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടിയതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മാത്രം ഉലുവ ചേർത്ത് കൊടുത്തിട്ട് ഒരു 3 ഉണക്കമുളകും പിന്നെ കരിവേപ്പിലയും കുറച്ച് കുഞ്ഞുള്ളി, ഒരു 3-4 കുഞ്ഞുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റിയെടുക്കാം. ആ നേരം കൊണ്ട് നമുക്ക് 2 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. അതൊന്ന് അരിഞ്ഞിട്ടതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് സോഫ്റ്റ് ആവുന്നതിന് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ആ തവി വെച്ച് നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ടൊമാറ്റോ മോര് കറിയാണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പോൾ അത് കാരണം മാഷ് ചെയ്ത് അതിൻ്റെ ഫ്ലേവർ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇനി അതിലേക്ക് നമ്മൾ തേങ്ങ അരപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് 2-3 മിനിറ്റ് ഒന്ന് തിള വരുന്നതിന് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഓഫാക്കി കൊടുക്കാം. ഇനി വേണ്ടത് തൈരാണ്. ഇവിടെ ഒരു 1.5 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് കട്ടകളില്ലാതെ ഇളക്കി കൊടുക്കാം. ഇനി ആ കറിയുടെ ഒന്ന് ചൂട് കുറച്ചൊന്ന് മാറിയതിന് ശേഷം മാത്രം തൈര് ചേർത്ത് കൊടുത്താൽ മതി. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അത്രേ ഉള്ളൂ, നമ്മുടെ കറി റെഡിയാണ്. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടാൻ നല്ലൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഉപ്പൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാവർക്കും അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ടു ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.